മറ്റവൻ്റെ നമ്പറിൽ വിളിച്ച് അയാൾ എടുക്കണില്ല, അയാളും ബ്ലോക്കാക്കി വെച്ചു. ഈ സുഹൃത്തും ബ്ലോക്കാക്കി വെച്ചു, ഇയാളും ബ്ലോക്കാക്കി വെച്ചു. ഇനി പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്? പറ്റിക്കപ്പെട്ടു. പിന്നെ ഈ കുട്ടിയും വെച്ചിട്ട് മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റില്ല, ഒന്നാമത്തേത്. പിന്നെ അച്ഛനമ്മയും ഇല്ലല്ലോ, അത് കാരണം ചോദിക്കാനോ വയ്ക്കാനോ ഒന്നുമില്ല. പിന്നെ ഇവരും വലിയ വലിയ ആൾക്കാരാണ്. എനിക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാലും എൻ്റെ ഭാഗം ഞാൻ തെറ്റാന്നൊരു രീതിയിലാണ് പറഞ്ഞത്. അവർ വലിയ ആളായത് കാരണം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും, പൈസ എന്തെങ്കിലും കൊടുത്തിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ എനിക്ക് അങ്ങനെ ഇല്ലല്ലോ, ഒന്നാമത്തെ ജീവിക്കണത് ഒറ്റയ്ക്കാണല്ലേ. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കും? മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കണം. നിങ്ങളുടെ ആവശ്യം ഇപ്പം എന്താണ്? നിങ്ങൾക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം? എനിക്ക് ഇതിനായിട്ടുള്ളൊരു കാര്യം വേണം. ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും? പിന്നെ എൻ്റെ റൂമിൽ നൈറ്റ് സമയമായിരുന്നു, ഉള്ളിൽ ചൂടെടുത്തിട്ട് കാരണം ഞാൻ പുറത്തുണ്ടായിരുന്നു. ആ സമയത്ത് ആരോ ഒരാൾ കയറി വന്നു. എപ്പോഴാണത്? അത് 2 ദിവസത്തിന് മുമ്പ്. ബ്ലാക്ക് ഷർട്ടും വെളിഞ്ഞിട്ടുണ്ടായിരുന്നു. കയറി വന്നപ്പോൾ നല്ല പേടിയായിരുന്നു, ഇവരുടെ ആരെങ്കിലും ആയിരിക്കുമെന്ന്. ഒന്നാമത്തേത് ആരും കയറി വരില്ല. ചേച്ചി പിന്നെ ഞങ്ങളെല്ലാം 4 പേരുണ്ട്, 4 പേര് മാത്രമേ കയറി വരത്തുള്ളൂ. ഇയാൾ കയറി വന്നപ്പോൾ ഒരുപാട് ടെൻഷനായി. എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ ഒന്നുമില്ല, ഇയാൾ ചെയ്തിട്ട് പോയാൽ കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാനും ഉണ്ടാവില്ല, ആരും ചോദിക്കാനും വരില്ല. അപ്പോൾ ഇയാൾക്കൊരു പ്ലസ് പോയിൻ്റ് അല്ലേ അത്. നിങ്ങളുടെ ആവശ്യം ഈ പ്രക്ഷോഭ കൗൺസിലർക്കെതിരെ നടപടി വേണം? നടപടി എന്തായാലും വേണം. അച്ഛൻ്റെ പേരിലും പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി? ഇയാളുടെ അച്ഛൻ്റെ പേരിലാണ് ആദ്യം മെൻഷൻ ചെയ്തത്. അയാളിനെ വെച്ചിട്ടാണ് തുടങ്ങിയത് ഈ ഒരു പ്രശ്നം. തെറ്റായിട്ട് പെരുമാറി, അച്ഛനും പെരുമാറി, മകനും പെരുമാറിയില്ലേ. സർക്കാരും പോലീസും എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം? ഇതിനായിട്ടുള്ളൊരു മറുപടി കിട്ടണം. പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്? ഉറച്ചു നിൽക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ പറയുക, ഒന്നാമത്തത് ആരും ഇല്ലല്ലോ. കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല, പിന്നെ ഞാൻ ഉണ്ടാവില്ല, അത്രേ പറയാത്തുള്ളൂ. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറായിട്ടുള്ള പ്രക്ഷോഭിനെതിരെയാണ് യുവതിയുടെ പരാതി. യുവതി ഇപ്പോൾ മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ പരാതി പോലീസ് പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് യുവതി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിലൊരു നടപടി വേണം, തനിക്കെതിരെ ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾക്കെതിരെ എല്ലാം നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ യുവതി പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.